പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രാർത്ഥനയുടെ രഹസ്യത്തെ തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലേ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയുടെ ആഴമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പ്രാർത്ഥനയുടെ വലിയ ആഴങ്ങൾ കാണാൻ പറ്റും. ഇതാ 18-ാം അധ്യായം തുടങ്ങുന്നത് മടുത്തു പോകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന ഉപമയിലാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, പ്രാർത്ഥിക്കുന്നവർക്ക് മടുപ്പുണ്ടാകാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ പ്രാർത്ഥന നിർത്തിയവരെ പലരും എന്നെ കേൾക്കുന്നു. ഇനി പ്രാർത്ഥിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പലരും എന്നെ കേൾക്കുന്നു. നിരാശപ്പെട്ടു പോയവരെന്നെ കേൾക്കുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥനയിൽ തളരാതെ നിൽക്കാമെങ്കിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആഴം വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവന് തടസ്സം കാണാം. അത് എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഒരു പ്രാർത്ഥനയുടെ രഹസ്യം നമുക്ക് കാണാൻ പറ്റും. 11-ാം അധ്യായത്തിന്റെ ആഴമെന്ന് പറയുന്നത് യേശു കർത്താവിനോട് ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറയുന്ന ആദ്യ ഭാഗങ്ങൾ കാണാം. അതിനകത്ത് ഇതാ യേശു കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്നാൽ 5-ാമത്തെ വാക്യം മുതൽ സ്നേഹിതന്മാരെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ സ്നേഹിതനാണെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്നേഹിതനോടാണ് നമ്മുടെ ആവശ്യങ്ങൾ. ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും ഉത്തമ സ്നേഹിതരോട് ആണ് നമ്മുടെ ആവശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഏറ്റവും അടുത്ത സ്നേഹിതരോട് ഏറ്റവും വലിയ ആവശ്യങ്ങളും രഹസ്യങ്ങളും എല്ലാം കൈമാറും. ഇതേപോലെ ഒരു സ്നേഹിതനെ ആരംഭത്തിൽ അവൻ വെളിപ്പെടുത്തുകയാണ്. ഇത് ആ സ്നേഹിതൻ അടുത്ത സ്നേഹിതനോട് വന്ന് 3 അപ്പം വായ്പ ചോദിക്കുകയാണ്. എന്നാൽ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ ഏതുമില്ലെങ്കിലും ഇതാ അപ്പമുള്ള ഒരു സ്നേഹിതന്റെ ഭവനത്തിലേക്ക് അവർ ചെല്ലുകയാണ്. ആ അപ്പമുള്ള ഭവനത്തിൽ ചെന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. അകത്ത് അപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാനിവിടെ ആഴം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതൻ ആകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 7-ാമത്തെ വാക്യം ആഴമായി ശ്രദ്ധിക്കുമ്പോൾ അവിടെ 4 തടസ്സങ്ങളാണ് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മുട്ടുന്നവന് വേണ്ടി വെളിപ്പെട്ടു വരുന്നത്.
ഇതാ വാതിക്കൽ മുട്ടാൻ തുടങ്ങുമ്പോൾ അകത്തുനിന്ന് ഒരു മറുപടി വരികയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുത്. 2, വാതിൽ അടച്ചിരിക്കുന്നു. 3, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു. 4, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ ഇപ്പോൾ കഴിയില്ല എന്ന് പറയുകയാണ്. ഇതിനകത്ത് 2ാമത്തെ ചിന്തയും 4ാമത്തെ ചിന്തയും വലിപ്പമുള്ളതാണ്. ആദ്യമത്തേത് പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ആ പ്രയാസത്തെ നമുക്ക് ഒന്നുകൂടെ യാചിച്ചാൽ ചിലപ്പോൾ മാറാം. പക്ഷെ മുമ്പിൽ കടകടച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കടകടച്ചിരിക്കുന്നവർ പ്രാർത്ഥന നിർത്തുന്ന അനുഭവമാണ്. നമ്മൾ ആ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തിന് മറുപടിയില്ല, തീർന്നു. ഇതാ യേശു കർത്താവ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മറിയം എന്ന് പറയുകയാണ്, 4 ദിവസമായി നാറ്റം വെച്ചു. പക്ഷെ യേശു മറുപടി പറയുകയാണ്. യേശു ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് മാർത്തയോട് മറുപടി പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മുഖത്തും കാണും. എന്നിട്ട് യേശു മുകളിലോട്ട് നോക്കി പിതാവിനോട് പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ഏത് അടഞ്ഞ വാതിലുകളും തുറക്കും. നമ്മുടെ ചിന്ത 4 തടസ്സങ്ങളാണ് ഇവിടെ കാണുന്നത്. 1, പ്രയാസപ്പെടുത്തരുത്. 2, കടകടച്ചിരിക്കുന്നു. 3, പൈതങ്ങൾ കിടക്കുന്നു. പൈതങ്ങൾ കിടക്കുന്നു എന്നുള്ളതും വലിയൊരു തടസ്സമായെന്ന് നമുക്ക് തോന്നുന്നില്ല. പൈതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളി നീക്കാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റി കിടത്തുവാൻ കഴിയും. എന്നാൽ 4ാമത്തത് സ്വതമേ പറയാണ്, എനിക്ക് തരാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. 1, കടകടച്ചിരിക്കുകയാണ്. 2, ഒരു മറുപടി വരികയാണ്, എനിക്കത് കഴിയത്തില്ല. പക്ഷെ ഏറ്റവും വലിയ ആഴം, ഒരു കീവേഡ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ശ്രദ്ധിച്ചാൽ കീവേഡുകളുണ്ട്, തുറക്കുന്ന താക്കോലുകൾ. ഒരു കീവേഡ് അവിടെ വ്യക്തമായി കൊടുക്കുകയാണ്. എന്നാലും ലജ്ജ കൂടാതെ മുട്ടുന്നവന് ഇതാ വാതിൽ തുറന്ന് വേണ്ടുവോളം കൊടുക്കുകയാണ്. വന്നത് 3 അപ്പത്തിന്റെ കണക്കുമായിട്ടാണ്. 3 അപ്പം വ്യക്തമായി ചോദിക്കുകയാണ്. പക്ഷേ ലജ്ജ കൂടാതെ തരത്തിൽ നിന്നുള്ള ഉറപ്പ് വന്നിട്ടും, വാതിൽ തുറക്കത്തിൽ നിന്നുള്ള ഉറപ്പ് വന്നിട്ടും ഇതാ ലജ്ജ കൂടാതെ വീണ്ടും മുട്ടുകയാണ്. അവൻ തുറന്നാൽ വേണ്ടുവോളം കൊടുക്കുകയാണ്, എണ്ണിയാൽ തീരാത്ത അനുഭവത്തിൽ. എഫേസ്യ ലേഖനം വ്യക്തമായി 3-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, നാം ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് നിങ്ങളും ഞാനും ചോദിച്ചതിനേക്കാൾ വലിപ്പം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കൂ. ഞാൻ ആ കീ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടന്നില്ല, ഒരു സാധ്യതയുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡേറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സാധ്യത വലുതായി തീരാൻ പോവുകയാണ്. മറ്റാർക്കും ഇല്ലാത്ത പ്രതികൂലത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും പറയാത്ത സാക്ഷി നിങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. ഒന്നുകൂടെ മടുപ്പ് കൂടാതെ, ലജ്ജ കൂടാതെ ഈ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. വലിയത് കർത്താവ് ചെയ്യാൻ പോകുന്നു. ദൈവം കടക്കാരനല്ല. എങ്കിൽ എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ വിടുതലുകൾ കാണട്ടെ, ഇവർ അത്ഭുതം കാണട്ടെ, ഇവർ ദൈവപ്രവൃത്തി കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിടുതലുകൾ തുറക്കട്ടെ. പ്രാർത്ഥനയിൽ ഇവർ മുമ്പോട്ട് ചലിക്കട്ടെ. കർത്താവെ, ഓരോ മക്കളെയും ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ വിടുതൽ ഇവരുടെ മേളിൽ വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നിങ്ങൾക്ക് ഒരാൾക്കും കൂടെ ഇത് കൈമാറുവാൻ കഴിയും. പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ അവരും തിരിച്ചറിയട്ടെ. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമേ. ദൈവം വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുക. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.